ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അതായത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വന്ന പാഴ്സലുകളിൽ കുറച്ച് പാഴ്സലും കൂടെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ടെന്ന്. ഒരുപാട് പാഴ്സലൊന്നും പരിചയപ്പെടുത്തുന്നില്ല, വളരെ കുറച്ച് പാഴ്സലാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അതായത് എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് നാണയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം എനിക്ക് വന്നപ്പോൾ കുറച്ച് നാണയങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ദുബായിലെ കൊമമറേറ്റീവ് ഇഷ്യൂ ആയ 1 ദിർഹം നാണയങ്ങളാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ ഒരു നാണയങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന കുറച്ച് നാണയങ്ങൾ. അപ്പോൾ 1 ദിർഹം ദുബായിലെ കൊമമറേറ്റീവ് ഇഷ്യൂ ആയിട്ടുള്ള ഈ ഒരു നാണയങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള നാണയങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന നാണയങ്ങളാണ്. എങ്കിലും ഈ ഒരു നാണയങ്ങൾ എനിക്ക് കുറച്ചധികം നാണയങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു നാണയം തന്നെ ഏകദേശം എനിക്കൊരു 20ഓളം നാണയങ്ങൾ എനിക്ക് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് അദ്ദേഹം തന്നായിരുന്നു. അപ്പോൾ 1 ദിർഹം നാണയമാണ്, നല്ലൊരു UNC കണ്ടീഷൻ നാണയമാണ്. അദ്ദേഹത്തിന് അവിടുന്ന് ബാങ്കിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് കളക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം അത് സേവ് ചെയ്യുകയും എനിക്ക് ഇവിടെ വന്നപ്പോൾ നാട്ടിൽ വരുമ്പോഴത്തേക്ക് തന്നതാണ്. ഈ ഒരു നാണയം ദുബായിലെ നാണയമല്ല, ഈ ഒരു നാണയം ഞാൻ അടുത്ത് തന്നെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു നാണയം ദുബായിലെ നാണയമാണ്, കൊമമറേറ്റീവ് ഇഷ്യൂ 1 ദിർഹം നാണയമാണ്. അപ്പോൾ ഈ ഒരു 1 ദിർഹം നാണയത്തിൻ്റെ, അതായത് കൊമമറേറ്റീവ് ഇഷ്യൂ ആയ ദുബായിലെ 1 ദിർഹം നാണയത്തിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ആ ഒരു വീഡിയോ കാണുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. മുന്നേ ഈ ഒരു നാണയങ്ങൾക്കൊക്കെ ഏകദേശം 70 രൂപ മുതൽ 90 രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണയത്തിന് 120 രൂപ മുതൽ 150, 180 രൂപ വരെയാണ് മാർക്കറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു UNC കണ്ടീഷൻ നാണയമാണ് എനിക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. ഒരുപാട് നാണയങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു 3 നാണയങ്ങളും, അതായത് ഈ ഒരു 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന നാണയങ്ങളും ഒരു 20-25 നാണയങ്ങളോളം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി നാണയമാണ്, അതുപോലെ തന്നെ ഇതും ഒരു വെറൈറ്റി നാണയമാണ്, അതുപോലെ തന്നെ ഈ ഒരു നാണയം വെറൈറ്റി നാണയമാണ്. അപ്പോൾ 3 നാണയങ്ങളും 1 ദിർഹം നാണയമാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും, 1 ദിർഹം നാണയമാണ്, കൊമമറേറ്റീവ് ഇഷ്യൂ നാണയമാണ്. അപ്പോൾ ഈ ഒരു കൊമമറേറ്റീവ് ഇഷ്യൂ നാണയങ്ങൾക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്ന ആ ഒരു മാർക്കറ്റ് വാല്യൂ ആണ്. അപ്പോൾ ഒരുപാട് പേരൊക്കെ ഈ ഒരു നാണയത്തിനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്കിപ്പോൾ ലോട്ടായിട്ട് കുറേ നാണയങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാഷ് ഒന്നും മേടിച്ചിട്ടില്ല, എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്, എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള 1 ദിർഹം നാണയങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. എല്ലാം UNC കണ്ടീഷൻ നാണയങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് ഈ ഒരു നാണയം തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു നാണയം റയർ കാറ്റഗറി ഒരു നാണയമാണ്, 1 ദിർഹം നാണയമാണ്, കൊമമറേറ്റീവ് ഇഷ്യൂ നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുക്കുന്ന വീഡിയോ, അതായത് ഈ ഒരു നാണയത്തിൻ്റെ സിംഗിൾ വീഡിയോ ഞാൻ ഉടൻ തന്നെ എൻ്റെ ഒരു ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ തുടർന്നും കാണുക. 1 ദിർഹം നാണയമാണ്, അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. ഈ ഒരു നാണയത്തിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 900 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ നാണയത്തിന് 1600 രൂപ മുതൽ 2000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയമാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് ഈ ഒരു 4 കൊമമറേറ്റീവ് ഇഷ്യൂ നാണയങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹം ഈ ഒരു നാണയം എനിക്ക് ഒന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം എനിക്ക് ഈ ഒരു നാണയം ഒന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു നാണയം ഒന്നായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു നാണയം എനിക്ക് ഒന്നായിട്ടും, മറ്റ് നാണയങ്ങളെല്ലാം ഏകദേശം 20 മുതൽ 25 ക്വാണ്ടിറ്റി വരുന്ന നാണയങ്ങളാണ് എനിക്ക് അദ്ദേഹം തന്നത്. ഈ ഒരു 3 ഡിഫറെൻറ്റ് വെറൈറ്റിയിലൊരു നാണയങ്ങൾ എനിക്ക് ഏകദേശം 20 ക്വാണ്ടിറ്റി മുതൽ 25 വരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് തന്ന നാണയങ്ങളാണ് ഈ ഒരു 4 ഡിഫറെൻറ്റ് വെറൈറ്റി വരുന്ന ദുബൈയിലെ കൊമമറേറ്റീവ് ഇഷ്യൂ ആയ 1 ദിർഹം നാണയങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾക്ക് നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് വേറൊരു നാണയം തന്നിട്ടുണ്ടായിരുന്നു, പനാമയിലെ ഈ ഒരു നാണയം. അപ്പോൾ പനാമയിലെ ഈ ഒരു നാണയം അത്യാവശ്യം നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു സ്കാർസ് കാറ്റഗറി നാണയമാണ്. പനാമയിലെ കറൻസിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പനാമയുടെ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ അടങ്ങുന്ന ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി അടുത്തതിനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ തുടർന്നും കാണുക. പനാമയിലെ നാണയത്തിനൊക്കെ അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ വരുന്ന നല്ലൊരു സ്കാർസും റയർ കാറ്റഗറി നാണയങ്ങളാണ്, കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള നാണയങ്ങളാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എനിക്ക് 4 നാണയങ്ങൾ എനിക്ക് അദ്ദേഹം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ, അതായത് പാർട്ട് 2 വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ഫ്രണ്ട് എന്ന നാണയങ്ങളാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.